കൊല്ലത്ത് ദളിത് യുവാവിനെ പോലീസ് ആളുമാറി മർദ്ദിച്ച സംഭവത്തിൽ 1 വർഷം പിന്നിട്ടിട്ടും അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. SI മനോജ് ചട്ടലംഘനം നടത്തിയെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് നൽകി, എന്നിട്ടും നടപടി വന്നില്ല. ചടയമംഗലത്തെ സുരേഷിനെയാണ് കാട്ടാക്കട SI മനോജ് വീട് കയറി മർദ്ദിച്ചത്. തൻ്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് സുരേഷ് ഇപ്പോഴും പറയുന്നു. കാട്ടാക്കട SI എന്നെ ഇവിടെ വന്ന് വിലങ്ങ് വെച്ച് 3 ഗുണ്ടാപ്രതികളെയും കൂടെ കൊണ്ടുവന്ന് വിലങ്ങ് വെച്ച് ആൾമാറിയെന്ന് പറഞ്ഞിട്ട് എന്നെ ആവശ്യത്തിന് ആദ്യമേ SI അടിച്ചു. ഒരുപാട് അടിച്ച് പോലീസുകാരും SIയും കൂടെ എന്നെ അടിച്ചിട്ട് ഗുണ്ടാപ്രതികളെ കൊടുത്ത് എന്നെ അടിച്ച് ഇവിടുന്ന് കൊണ്ടുപോയി. ഗുണ്ടാപ്രതികളും എന്നെ ആവശ്യത്തിന് അടിച്ച് എൻ്റെ പെണ്ണിൻ്റെ തുണിയും കാര്യങ്ങൾ അവളെ കയറി പിടിക്കുകയും തള്ളിയുടെ എല്ലാം ചെയ്ത് ഈ ഗുണ്ടാപ്രതിയിലെ കണ്ടാലറിയാവുന്നൊരു പ്രതിയുണ്ട്, കാരാളി ഓണത്തുള്ള. എന്നിട്ട് എന്നെ ഇവിടുന്ന് കൊണ്ടുപോയി വഴിക്ക് കൊണ്ടുപോയി ഇറക്കി അടിയൊക്കെ തന്ന് ഇറക്കി വിട്ട്. അവിടെ നിന്ന് വന്നപ്പോൾ ഒരു പ്രതിയെ, ഇതിൻ്റെ യഥാർത്ഥ പ്രതിയെ കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഇറക്കി വിട്ട് ഇവിടെ വഴിക്ക് കൊണ്ടുവന്ന് പകുതിക്ക് കൊണ്ടുവന്ന് ഉപേക്ഷിച്ചിട്ട് കളഞ്ഞിട്ട് പോയി. ആരെയാണ്ട് വെട്ടിയെന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചെയ്തതെന്നും പറഞ്ഞുകൊണ്ടാണ് ഇവിടെ വന്ന് വീട്ടിൽ വന്ന് ചോദിച്ച് അങ്ങനെ ഫസ്റ്റിൽ എന്നെ പിടിച്ച് വിലങ്ങ് വയ്ക്കുക എല്ലാം ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് നിലവിൽ ഒരു കേസും ഇല്ല, എനിക്ക് ഇതുവരെ ഇന്ന് പോലീസ് കേസ് ഉണ്ടായിട്ടില്ല, ഞാൻ അങ്ങനെ പ്രശ്നക്കാരനല്ലെന്നും പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ലെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ എൻ്റെ പെണ്ണിനെ എടുത്തമാർ തള്ളി എറിയുകയൊക്കെ ചെയ്ത് ഈ മനോജ് SI. എന്നിട്ടാണ് എന്നെ പിടിച്ച് അടിക്കുകയൊക്കെ ചെയ്യുന്നത്. പുറകെ വിലങ്ങ് വെച്ചാണ് എമാർ ഗുണ്ടാപ്രതിക്ക് കൊടുത്ത് എന്നെ ഇടിപ്പിക്കുന്നത്. കൊട്ടാരക്കരയിൽ നിന്നും സുജിത് സുരേന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. സുജിത്, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. 2024 ഓഗസ്റ്റിലാണ് ചടയമംഗലം സ്വദേശിയായ സുരേഷിനെ കാട്ടാക്കട SI മനോജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഒപ്പം ചില ക്രിമിനൽ സംഘവും ചേർന്നുകൊണ്ട് ചടയമംഗലത്തുള്ള വീട്ടിൽ കയറി സുരേഷിനെ ആക്രമിച്ചത്. ഇത് തടയാനെത്തിയ ഭാര്യയെയും ക്രൂരമായി മർദ്ദിച്ചിരുന്നു. കൂടാതെ വീട്ടിലുണ്ടായിരുന്ന പണമടക്കം എടുത്തുകൊണ്ടാണ് സുരേഷിനെ പോലീസ് ജീപ്പിൽ കയറ്റി കാട്ടാക്കടയിലേക്ക് കൊണ്ടുപോയത്. കാട്ടാക്കടയിലുള്ള ഒരാളെ വെട്ടി പരിക്കേൽപ്പിച്ചു എന്ന കേസുമായി ബന്ധപ്പെട്ടാണ് സുരേഷിനെ കസ്റ്റഡിയിലെടുത്തത്. എന്നാൽ സുരേഷിനെ കൊണ്ടുപോകുന്ന വഴിയിൽ മറ്റൊരു ചിത്രം ഈ SIയുടെ ഫോണിലേക്ക് വന്നു. അപ്പോഴാണ് ആള് മാറിയതാണെന്ന് SIക്ക് മനസ്സിലായത്. ഇതോടുകൂടി ഇദ്ദേഹത്തെ വഴിയിൽ ഇറക്കി വിടുകയുമായിരുന്നു. ക്രൂരമായ മർദ്ദനത്തിനാണ് സുരേഷ് ഇരയായത്. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് സുരേഷ് ചടയമംഗലം പോലീസിൽ പരാതി നൽകിയെങ്കിലും പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്ത് കേസ് അന്വേഷിച്ചിരുന്നു. എന്നാൽ ഈ അന്വേഷണം എങ്ങും എത്താത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസ് അന്വേഷിച്ചത്. അതിനുശേഷം ഗുരുതരമായ ചട്ടലംഘനം മനോജിന്റെ ഭാഗത്ത് ഉണ്ടായതായുള്ള റിപ്പോർട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് റൂറൽ SP സമർപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനുമേലുള്ള തുടർ നടപടികൾ ഒന്നും ഉണ്ടായില്ല. ഇതിനുശേഷമാണ് സുരേഷ് നീതി തേടി മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് പരാതി നൽകിയത്. എന്നിട്ടും തനിക്ക് നീതി ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് സുരേഷ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സുരേഷ് ഇപ്പോൾ വീണ്ടും കൂടുതൽ നീതി തേടി ഏതറ്റം വരെയും പോകാൻ തയ്യാറാണെന്നാണ് പറയുന്നത്. പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സുരേഷ് തീരുമാനിച്ചിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.